വിമർശനങ്ങൾ നിർത്തി ഇനി PR ടീമിലാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ അതുകൊണ്ട് ഒരു പുതിയ പ്രോഗ്രാം ആരംഭിക്കുന്നു, PR-ഉം പുട്ടിയും. ഏതായാലും നമസ്തേ. ക്ലബിൻ്റെ ഡയറക്ടർ എക്സിൽ ഒരു ട്വീറ്റ് പങ്കുവച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡയറക്ടറോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഞാൻ ഒരു ചിപ്സ് തിന്നുകൊണ്ട് തുടങ്ങുന്നു. എന്താണെങ്കിലും വിമർശകരുടെ അണ്ണാക്കിൽ പാചകം ചെയ്തുകൊണ്ടാണ് ഡയറക്ടറുടെ ട്വീറ്റ് വന്നിരിക്കുന്നത്. ഇനി എങ്ങനെ നമ്മൾ വിമർശിക്കും മല്ലയ്യ? ഈ essay 16 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിച്ചിരുന്നെങ്കിൽ 24 മാർക്ക് കിട്ടി ആ പരീക്ഷ തന്നെ ജയിക്കാൻ ഈ essay മാത്രം മതിയായിരുന്നു അദ്ദേഹത്തിന്. എന്താണെങ്കിലും തെറ്റായ വിവരങ്ങളും അവിടുന്നും ഇവിടുന്നും കിട്ടുന്ന വിവരങ്ങളും ഒക്കെ അനുസരിച്ച് ക്ലബിനെയും മാനേജ്മെൻറ്റിനെയും വിമർശിക്കുന്ന ചെയർ വാരിയസിൻ്റെ വായിൽ കയറിയിരുന്ന് പാചകം ചെയ്താണ് ഡയറക്ടർ ട്വീറ്റ് തുടങ്ങുന്നത്. നിനക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ടടാ. തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ ഫണ്ണോടുകൂടി പരാമർശിക്കുകയും ചെയ്തിരുന്നു. മാനേജ്മെന്റ് എന്ത് പറഞ്ഞാലും അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്നവരാണ് റിയൽ ഫാൻസ്, അല്ലാത്തവരെല്ലാം ചെയർ വാരിയസ് എന്ന് ഇനി അറിയപ്പെടും. ഈ essay 6 ഭാഗങ്ങളായി തിരിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വായിക്കുന്ന ടീച്ചർക്കും മാർക്ക് നൽകാൻ അത് സഹായകരമാകും. A മുതൽ F വരെയുള്ള 6 ചാപ്റ്ററുകൾ. ആദ്യത്തെ ഭാഗം ട്രെയിനിങ് ഗ്രൗണ്ടിനെ പറ്റിയാണ്. എന്തുകൊണ്ട് കൊൽക്കത്തയിൽ തന്നെ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ട്രെയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കൊച്ചിയിൽ നല്ല മഴയാണ്, അതുപോലെ നല്ല കോമ്പറ്റീറ്റീവ് മാച്ച് കളിക്കാനും ഇവിടെ അവസരമില്ല. എന്നാൽ കൊൽക്കത്തയിലോ നല്ല ട്രെയിനിങ് ഗ്രൗണ്ടുമുണ്ട്, അതുപോലെ തന്നെ നല്ല മത്സരങ്ങൾ കളിക്കാനുള്ള അവസരവും. ട്രെയിനിങ് ഗ്രൗണ്ടിന് ഇതുവരെ ഇഷ്യൂസ് ഒന്നും തന്നെ ക്ലബിന് നേരിട്ടിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ അപവാദം പടച്ച് വിടരുത്, നിർത്തിക്കോ. ഇനി കിറ്റിംഗ് പാർട്ട്ണറുടെ കാര്യം, അത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾ വായിച്ചത് തന്നെ. എങ്കിൽ കൂടി ഒരു കാര്യം പറയാം, കിറ്റ് വരും, നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കും, ഇട്ടോണം, അത്ര തന്നെ. അല്ലാണ്ട് ഈ അമക്കസ്കൂരി പറയുന്ന ചെയർ വാരിയസ് പറയുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ സ്പോൺസേഴ്സ്, അവർ വരിക തന്നെ ചെയ്യും. വന്നാലും വന്നില്ലെങ്കിലും ചെയർ വാരിയസ് ആയ നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? പക്ഷേ ഞങ്ങൾ PR ടീംസിന് കിട്ടുക തന്നെ ചെയ്യും. പക്ഷെ ഞാൻ അതിന്റെ പേരും പറഞ്ഞ് ആരുടെയും കിണ്ണാകൃതി നാട്ടുകാരെ കൊണ്ട് അടിച്ചു പൊട്ടിച്ചിട്ടില്ല. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. സ്ട്രൈക്കർ സൈനിങ്. ഡയറക്ടർ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ ഡൂറൻ കപ്പിന് മുമ്പ് സൈനിങ്സ് ഒക്കെ തീർക്കുമെന്ന്. അതൊരു ഫേക്ക് പ്രോമിസോ empty വേർഡ്സോ അല്ലായിരുന്നു. നന്നായി ശ്രമിച്ചിരുന്നു, പക്ഷേ കിട്ടിയില്ല. വന്ന് ഫോറിൻ പൂളും ചെറുതായിരിക്കുന്നു. നിങ്ങൾക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അത് ചെയർ വാരിയസിന് മനസ്സിലാകുമോ? നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചു അല്ലേ? 100 പ്രൊഫൈലുകൾ നോക്കിയെന്ന് PR ചെയ്തിട്ടും നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? ഇനി നമ്മളുടെ ഡയറക്ടർക്ക് ഏറ്റവും വിഷമമായത് ബീയിങ് ബിസിനസ് മൈൻഡഡ് എന്ന് വിളിച്ചതാണ്. അത് വളരെ റിഡിക്കുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു ബിസിനസ്സിന് തന്നെ സ്കോപ്പ് ഇല്ല എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല, മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളിനും ഒഡീഷയ്ക്കും ഗോവയ്ക്കും ബംഗളൂരു എഫ്സിക്കും ഒക്കെ. ടിക്കറ്റ് സെയിൽസ്, സ്പോൺസർഷിപ്പ്, പ്ലെയർ സെയിൽസ്, ചിപ്സ്, ഇതൊന്നും ഞങ്ങൾ ബിസിനസ്സിന് വേണ്ടി ചെയ്യുന്നതല്ല. കിട്ടുന്ന പണമെല്ലാം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്ലബിൽ തന്നെയാണ്. പ്ലെയർ സെയിലിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ തുകയും ഞങ്ങൾ ക്ലബിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളും ഒരു ചെയർ വാരിയസ് തന്നെ. കാര്യം അറിഞ്ഞിട്ട് മാത്രം വിമർശിക്കണം, അല്ലെങ്കിൽ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ. ചില രീതികളും മര്യാദകളൊക്കെ ഉണ്ട്, താൻ ആദ്യം അതൊക്കെ പഠിച്ചിട്ട്. റവന്യൂ ഗ്രോ ചെയ്യുന്നത് ബിസിനസ് മൈൻഡഡ് ആണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുതെന്നും അദ്ദേഹം പറയുന്നു. മറ്റൊരു വിമർശനം ക്ലബ് ഓപ്പറേഷൻ ആണ്. 10 വർഷമായി കപ്പില്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവർ മനസ്സിലാക്കണം, 2016 മുതൽ മാത്രമാണ് ഇപ്പോഴുള്ള മാനേജ്മെന്റ് ഓണർഷിപ്പ് ഏറ്റെടുക്കുന്നത്. 2020 മുതൽ മാത്രമാണ് നിലവിലെ ഡയറക്ടർ ഓപ്പറേഷൻസ് ഏറ്റെടുക്കുന്നത്. 2014 മുതൽ 2015 വരെയുള്ള വലിയ കാലയളവിൽ ബ്ലാസ്റ്റേഴ്സ് എന്ത് നേടി? എന്നാൽ അതിനുശേഷമുള്ള കാലയളവിൽ തുടർച്ചയായി പ്ലേ ഓഫ് നേടി, ഗോൾഡൻ ബൂട്ട് നേടി, ഫാൻ പ്ലെയർ ഓഫ് ദി വീക്ക് നേടി, സോഡയും ചിപ്സും ടിഷ്യൂ പേപ്പറും ഒക്കെ നേടി. പിന്നെ 2020 മുതൽ പുതിയ ഡയറക്ടർ ഓപ്പറേഷൻ ഏറ്റെടുത്തതിന് ശേഷം ISL-ലുള്ള നിലവിലെ ചെന്നൈയിൻ FC ഒഴികെയുള്ള എല്ലാ ക്ലബ്ബുകളും കിരീടം നേടി. നമ്മളും നേടിയില്ല. പക്ഷേ അവരോടൊക്കെ ആര് പറഞ്ഞു പോയി കപ്പടിക്കാൻ? നമ്മളുടെ രീതിയാണ് ശരിയായ രീതി. ചെന്നൈയിൻ FC നേടിയ ആദ്യത്തെ 2 ട്രോഫിക്ക് യാതൊരു വിലയുമില്ല. അവരെക്കാൾ വലിയ ക്ലബ് നമ്മൾ തന്നെ. നമ്മുടെ ക്ലബിന്റെ ചെയർ വാരിയസിനെ പിരിച്ചുവിടാമെന്നാണ് ഞങ്ങൾ ആദ്യം എടുത്ത തീരുമാനം. എന്നാൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ക്ലബിന്റെ ഭൂരിഭാഗം ആരാധകരും കൊഴിഞ്ഞു പോകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ തീരുമാനത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറി. എന്താണെങ്കിലും നമ്മൾ കപ്പടിക്കുമെന്ന ഒരു ഉറപ്പ് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാണെന്ന് മാത്രം ചോദിക്കരുത്. ഇനിയും കുറച്ചുകൂടി പുട്ടി വാരി വിതറുന്നുണ്ട്. കുറച്ച് വിഷനറി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്.
അത് നിങ്ങൾ വായിച്ച് തന്നെ മനസ്സിലാക്കുക. എന്താണെങ്കിലും PR ഉം പുട്ടിയും എന്ന ഈ അധ്യായത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.